ഹായ് ഗൈസ്, നമ്മളിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നാഗാർജുനയിലേക്കാണ് കേട്ടോ പോകുന്നത്. ബാംഗ്ലൂരിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ് കേട്ടോ നാഗാർജുന. ഇത് BTM സെക്കൻഡ് സ്റ്റേജിന് അടുത്തുള്ള നെക്സസ് വെഗാസിറ്റി മാളിന് തൊട്ട് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. നിങ്ങൾ വീക്കെൻഡ്സിൽ ഉച്ചയ്ക്ക് ഈ സമയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡ് ആയിരിക്കും കേട്ടോ. ഞങ്ങളിവിടെ പേര് കൊടുത്ത് ഒരുപാട് നേരം കാത്തിരുന്നതിന് ശേഷം നമുക്ക് ഇവിടെ സീറ്റ് കിട്ടി. ഈ ഡെലിവറി ആൾക്കാരുടെ തിക്കും തിരക്കും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഇവിടുത്തെ ഫുഡിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന്. ഡിമാൻഡ് കൂടുമ്പോൾ കോസ്റ്റ് കൂടും എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോസ്റ്റ്ലി ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ. മീൽസിനൊക്കെ ഏകദേശം 325 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഓരോ മീൽസും ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ മീൽസ് സെർവ് ചെയ്യുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഓരോ കറികളും ഓരോ ഓർഡറിലെ അവർ സെർവ് ചെയ്യുള്ളൂ കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ സാമ്പാറൊന്നും അല്ല കേട്ടോ. ഇവിടുത്തെ ചോറും ഇവിടുത്തെ ഒരു പരിപ്പ് കറിയും അതാണ് ഇവിടുത്തെ മെയിൻ. കൂട്ടത്തിൽ നല്ല പായസവും തൈരും പിന്നെ നെയ്യും ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കിട്ടും കേട്ടോ. ആ നെയ്യും പരിപ്പും കൂട്ടി ചോറ് കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ റേറ്റിന് ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ വെർത്തല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും ആന്ധ്ര സ്റ്റൈൽ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വരാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ അത്. കഴിച്ച ബിരിയാണി ആണെങ്കിലും ഈ പ്രൈസിന് ഇത് അത്ര വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതിന്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്ത ഷോലെ കബാബ് ആണെങ്കിലും ഏകദേശം 400 രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. മീൽസ് എന്തായാലും അൺലിമിറ്റഡ് ആയതുകൊണ്ട് പൈസ മുതലാക്കാൻ വേണ്ടി ഞാൻ ഒരു വട്ടം കൂടെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 1600 രൂപയുടെ ബില്ലും കണ്ട് കണ്ണും തള്ളി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.